ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്ന മീൻ കറിയാണ്. അതിനായിട്ട് 1/2 കിലോ ചെമ്പല്ലി വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് 10-20 ചെറിയുള്ളി, 4-5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ സാദാ ചില്ലി പൗഡർ, ഒരു 5 ഇതൾ കുടംപുളി അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചത്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ, 3 ഗ്ലാസ് വെള്ളം. ഇത്ര സാധനമാണ് ചെമ്പല്ലി മീൻകറി ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചെറിയുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. മീൻകറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. മീൻകറിയൊക്കെ വെക്കുമ്പം മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം, എണ്ണ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടി. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ അധികം ഇടല്ലേ, കൂടുതലിട്ട് കഴിക്കും. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. ചെറിയുള്ളിയൊക്കെ ഒരുപാട് അങ്ങ് വഴന്നു പോകണ്ട. ചെറിയുള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, സാദാ മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. ഇത് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക.
ഉലുവപ്പൊടി ഇതുപോലെ ചേർക്കുകയാണെങ്കിൽ നല്ല മണവും രുചിയൊക്കെ കൂടുതൽ കിട്ടും മീൻ കറിക്ക്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. തുറന്ന് നോക്കാം. ഇപ്പം മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ഇതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീൻ കറിക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് അടച്ച് ഒരു 5 മിനിറ്റോളം വെക്കാം. വെച്ചതിന് ശേഷം തുറക്കാം. മീൻകറി ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ പുളിയൊക്കെ ഇറങ്ങിയിട്ട് നല്ല കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. സ്വാദിഷ്ടമായ ചെമ്പല്ലി മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു.